ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ രാമനാഥനും പ്രഭുമാഷും കൂടി സന്തോഷത്തിൻ്റെ പരകോടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാമനാഥനാണ് ആ ഐഡിയ എടുത്തിട്ടത്. എന്തായാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും രണ്ടെണ്ണം വീശുമല്ലോ. നമ്മളെന്തായാലും കുറേ നാളായില്ലേ, സങ്കടമൊന്നുമില്ല, നമുക്ക് സന്തോഷം മാത്രം, അതിന് രണ്ടെണ്ണം വീശിയാലോ എന്ന് ചോദിച്ചു. സ്വപ്നവലിയും പ്രിയാമണിയോ എന്ന് പ്രഭുമാഷി ചോദിച്ചപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, ഓ അവരിവിടെ ഇല്ലല്ലോ, ഇതുപോലൊരവസരം നമുക്കിനി കിട്ടുമോ? അല്ല, അതിന് സാധനം വേണ്ടേ? നമ്മളെങ്ങനെയാണ് രാമനാഥ ബാറിൽ ചെന്ന് കയറുന്നത്? ഓ അതിന് ഞാനില്ല. അതിന് ബാറിലാര് പോകുന്നു? സെക്യൂരിറ്റിക്കാരനെ വിട്ട് ഒരെണ്ണം വാങ്ങി ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നേ, ദാ വിട്ടെ എന്നും പറഞ്ഞ് എളിപൊക്കി കാണിക്കാൻ കേട്ടോ. ആഹാ കൊള്ളാലോ. അതാ പറഞ്ഞത്, നമുക്ക് നേരെ ഫ്ലാറ്റിൻ്റെ ടെറസിലോട്ട് പോകാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് രണ്ടെണ്ണം വിടാം. സെക്യൂരിറ്റിക്കാരൻ ടെറസിൻ്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. രണ്ടെണ്ണം വീശി ആകാശത്തിലേക്ക് നോക്കി, നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. ഇന്നൽപ്പം കുസൃതിയാകാം, മാഷിൻ്റെ 2 വരി കവിതയും കേൾക്കാം. അത് വേണോ? പിന്നെ സത്യം പറയാലോ, മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിച്ചേനെ. മാഷ് വാ മാഷേ എന്ന് പറഞ്ഞുകൊണ്ട് രാമനാഥനും പ്രഭുമാഷും കൂടി മുകളിലേക്ക് കയറി പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിതയാണ് കേട്ടോ. ഇഷിത വാഷ്റൂമിലൊക്കെ പോയിട്ട് പതുക്കെ വന്ന് കട്ടിലിങ്ങനെ കിടക്കാണ്. നേഴ്സ് സഹായിക്കാനുണ്ട് കേട്ടോ. സിസ്റ്റർ മഹേഷിനോടൊന്ന് വരാൻ പറയുമോ? എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ മഹേഷിനെ വിളിക്കാനായിട്ട് പോയി. ഇഷിതയ്ക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷനുണ്ട്. കാരണം പ്രിയമണിയാണെങ്കിൽ ഓരോ ന്യായീകരണങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണല്ലോ. എന്തായാലും മഹേഷ് തന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. അങ്ങനെ മഹേഷ് വന്നു. എന്താടോ, സംശയിച്ച പോലെ വല്ല മഞ്ഞയുണ്ടോ മോൾക്ക്? ഇല്ല, കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഓ ഇപ്പോഴാ ടെൻഷൻ മാറിയത്. എന്നാൽ പിന്നെ ഡിസ്ചാർജ് ചെയ്യാലോ, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ എന്താ, മഹേഷിന് അറിയാലോ, ഞാൻ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എൻ്റെ വീട്ടുകാർക്ക് ഒരു റോളും ഇല്ലാതായി. 7-ാം മാസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ അച്ഛനമ്മമാർക്ക് കഴിഞ്ഞില്ല. ഡെലിവറി കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അമ്മ അത് പറയുകയും ചെയ്തു. ഓ അപ്പോൾ അതാണല്ലേ ഇപ്പോഴത്തെ പ്രശ്നം? അത് പ്രശ്നമല്ലേ? ഓ അച്ഛനൊരു തൊട്ടിൽ മേടിച്ചതിൻ്റെ പുകിൽ അറിയാലോ. തൊട്ടിൽ ഞാൻ അച്ഛൻ്റെ കൈ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞത് വീട്ടിലേക്കാണ് ഞാൻ വരാൻ പോകുന്നതെന്നാ. ഇത്രയും നാളും തൊട്ടിലും കണ്ടിരിക്കുക അച്ഛനും അമ്മയും. എടോ താൻ എന്തിനാന്നേ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ തടയുന്ന കരുതിയിട്ടാണോ തൻ്റെ വീട്ടിൽ പോകുന്നത്? അങ്ങനെ ഞാൻ ചെയ്യുന്ന താൻ കരുതുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിൽ തനിക്ക് എന്ത് തീരുമാനം എടുക്കാം? ഡെലിവറി വരെ താൻ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിന് ഒരു മറുപടിയുണ്ട്. ഇതങ്ങനെയല്ല, പ്രസവരക്ഷ എന്നൊന്നും ഇല്ലേ? അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നതിൽ മഹേഷിന് അഭിപ്രായമൊന്നും ഇല്ലേ? ഞാൻ കൂടെ വേണമെന്നുള്ള ആഗ്രഹമൊന്നും മഹേഷിനില്ല. എന്താണോ തൻ്റെ പ്രശ്നം അത് പറ. എനിക്ക് നൂറിലേക്ക് പോകാൻ തോന്നുന്നില്ല. എന്നാൽ പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരെ? എൻ്റെ മനസ്സും അത് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാലോ. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കണമെന്നില്ല. പ്രിയാമണിയമ്മ വൻ ലഹള ഉണ്ടാക്കും. ഭർത്താവിൻ്റെ നിലയിൽ എനിക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള അവകാശവും ഇല്ല. എനിക്കെന്നല്ല, എൻ്റെ വീട്ടുകാർക്കും ഇല്ല. താൻ തൻ്റെ അഭിപ്രായമായിട്ട് ഇത് അമ്മയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അമ്മ വിട്ടുതരുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മയെ ധിക്കരിക്കാനും എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ താൻ അമ്മയ്ക്ക് വഴങ്ങിക്കൊടുക്കണം. അയ്യോ മഹേഷ്, എനിക്ക് പറ്റില്ല അത്. താൻ ആദ്യം അമ്മയോട് സംസാരിക്കും, ഞാൻ ഈ കോളൊന്ന് അറ്റൻഡ് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോവാണ്. ഓ ഇഷിത ആകെ ടെൻഷനില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രജനിയും മഞ്ജുമിയാണ്. എല്ലാവരും എൻ്റെ നേരെ കയറാൻ വരുന്നത്. ഇഷിത പ്രസവിച്ചത് എൻ്റെ പ്രശ്നം കൊണ്ടാണോ? അല്ല പിന്നെ നീ എന്തിനാ എന്നെ വിളിച്ച് കൊതിപ്പിച്ചത്? നീ എന്തൊക്കെയാണ് പറഞ്ഞതെന്നെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇഷിതയും കുഞ്ഞും മരിച്ചു പോകുമെന്ന് ഉറപ്പായപ്പം മഹേഷ് നെഞ്ചത്തടിച്ച് വിളിക്കാന്നൊക്കെയല്ല നീ കടന്ന് പറഞ്ഞത്. എന്നിട്ട് എന്തായി? അവൾ പ്രസവിച്ചു, അവൾക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ല. ഓരോ തവണയും നീ തോറ്റു പോകുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ എന്തിനാ വെറുതെ ഒരു കള്ളം പറയുന്നത്? നിലനിൽപ്പില്ലാത്ത കള്ളം പറഞ്ഞിട്ട് ഞാൻ എന്ത് നേടാനാ? ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഞാൻ അധികകാലമൊന്നും ആ വീട്ടിൽ അധികപ്പറ്റായിട്ട് കിടക്കില്ല. എനിക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ ഞാൻ നോക്കുന്നുണ്ട്. ഇഷിതയും മഹേഷും എങ്ങനെ ജീവിച്ചാലും എന്നെ അത് ബാധിക്കാൻ പോകുന്നില്ല. അപ്പോഴേക്കും രജനി ചോദിച്ചു, എന്ത് പറ്റി? നീ കൈലാസിനെ കളഞ്ഞിട്ട് വേറെ വിവാഹം കഴിക്കാൻ പോവാണോ? അല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചാലും തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. കൈലാസേട്ടൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കുവാണെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ കാര്യം വിട്. മഹേഷിൻ്റെ പിരിഞ്ഞ ശേഷം ജീവിതം എന്തെന്ന് നീ അറിഞ്ഞിട്ടുണ്ടോ? മഹേഷിനോടുള്ള പക ഉള്ളിൽ വെച്ച് നീ ജീവിച്ചു. ഒരിക്കൽ പോലും നിനക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ എന്തൊക്കെ ചെയ്തു? മഹേഷിൻ്റെ ബിസിനസ് തകർക്കാൻ നോക്കി, ചിപ്പിമോളെ സ്വന്തമാക്കാൻ പരിശ്രമിച്ചു. അവസാനം ആദ്യം പോലും നിനക്ക് നഷ്ടപ്പെട്ടില്ലേ?
ഇതിനിടയിലേക്ക് വീണ്ടും മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുകൂടാനും നീ ശ്രമിച്ചില്ലേ? എന്നിട്ടും നീ പരാജയപ്പെട്ടില്ലേ? മഹേഷിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിനിണങ്ങി ഒരു പെണ്ണ് വന്നു. നിന്റെ കൺമുമ്പിൽ അവർ പ്രണയിച്ച് നടന്നില്ലേ? നിന്നിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിചരണവും അവരിൽ നിന്ന് മഹേഷിന് കിട്ടി. നീ ചിറകിനടിയിൽ ഒളിപ്പിച്ചിരുന്ന നിന്റെ മകനെ അവൾ കൊത്തിക്കൊണ്ടുപോയി. ആദ്യം മഹേഷിൻ്റെ കൂടെ പോയത് ഇഷിതയുടെ മിടുക്കൊന്നുകൊണ്ട് മാത്രമാണ്. ഇപ്പം ദാ മഹേഷിന് ഇഷിതയിൽ ഒരു കുഞ്ഞും ജനിച്ചിരിക്കുന്നു, അതും ഒരു പെൺകുഞ്ഞ്. അപ്പോഴേക്കും രചന പറഞ്ഞു, ദേ മോദി നിർത്തുന്നുണ്ടോ? കൂടുതൽ ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ? അത് കരയാൻ വേണ്ടിയിട്ടാ. മഹേഷ് ജയിക്കുന്നതേ തോൽക്കാനാ. ഉയരങ്ങളിലെത്തുമ്പോൾ ഒരു വീഴ്ച. എൻ്റെ ഈ ജന്മം കൊണ്ടൊരർത്ഥം ഉണ്ടാകും. ഇനി അധിക നാൾ ഈ കാത്തിരിപ്പ് തുടരേണ്ടി വരില്ല. ആകാശ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആകാശിൻ്റെ പല നീക്കങ്ങളിലും സംശയിച്ചതാണ് ഞാൻ. പക്ഷേ മഹേഷിനെതിരെ ആകാശ് എന്ത് ചെയ്താലും എനിക്കറിയണമെന്ന് ഞാൻ വാശി പിടിച്ചിരുന്നു. പക്ഷേ ഇനി എനിക്ക് അങ്ങനെ ഒരു സാധ്യമില്ല. എന്തിനും ഏതിനും ആകാശിനോടൊപ്പം ഞാൻ നിൽക്കും. എൻ്റെ പൂർണ്ണ പിന്തുണ ആകാശിനുണ്ടാവുകയും ചെയ്യും. മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്നും ഇഷിത പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോകുന്ന ഒരു ദിവസം. അവൾ പോകുന്നത് അവളുടെ കുഞ്ഞുമായിട്ടായിരിക്കും. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് തന്നെ വരും. അതങ്ങനെ തന്നെ സംഭവിക്കും. എൻ്റെ മകൻ അവൻ്റെ ഡാഡിയെ മുമ്പ് എങ്ങനെ വെറുത്തോ അതിൻ്റെ 100 ഇരട്ടി വെറുത്തിരിക്കും. നിങ്ങളെൻ്റെ ആരുമല്ല എന്ന് അവനെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എല്ലാം നഷ്ടപ്പെട്ട് മുറിവേറ്റും മഹേഷ് നിൽക്കുന്ന കാഴ്ച അതെനിക്ക് കാണണം. എൻ്റെ ആ മോഹം ബാക്കി വെച്ച് രചന ഈ ലോകം വിട്ടു പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ രചന വണ്ടി കയറി വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. മഞ്ജുനയ്ക്ക് മനസ്സിലായി രചന എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന. പിന്നെ കാണിക്കുന്നത് ഇഷിതയാണ് കേട്ടോ. കുഞ്ഞിനെ നേഴ്സ് കൊണ്ടുപോയി തൊട്ടിൽ കിടത്താണ്. ഇഷിത ഫീഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും, മേഡം ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഇല്ല. സാറ് പുറത്ത് മേഡത്തിനെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ, മഹേഷിനോട് വരാൻ പറയൂ. ഇന്നെങ്കിലും മഹേഷിനെ വീട്ടിൽ പറഞ്ഞു വിടണം. ഓ, മേഡം പറഞ്ഞാലും മഹേഷ് സാറ് കേൾക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്നും പറഞ്ഞ് സിസ്റ്റർ പുറത്തേക്ക് പോയി. മഹേഷ് ഓടിപ്പാഞ്ഞാണ് അകത്തേക്ക് കയറി വരുന്നത്. ആഹാ, അതിനുള്ളിൽ മോളെ ഉറക്കി തൊട്ടിക്കിടത്തിയോ? ആ, അവൾ ഉറങ്ങട്ടെ. ഉറക്കം മുറിഞ്ഞാലേ അവൾ കരയും. മഹേഷ് ഒന്ന് വീട്ടിലോട്ട് നാളെ ഡിസ്ചാർജ് ചെയ്യാൻ ദേവിക മേഡം സമ്മതിച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു രാത്രിയും കൂടിയല്ലേ ഉള്ളൂ എന്ന് വെച്ചാൽ മഹേഷ് ഇന്നും പോകുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുണ്ടൊരു കൂട്ടിരിപ്പ്. മഹേഷ് കാരണം അമ്മമാരാ വലയുന്നത്. അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കാനായിട്ട്. ഞാൻ എൻ്റെ ആ ദൈവമേ പറയേണ്ടത്. സിസ്റ്റർമാരൊക്കെ മഹേഷിനെ കളിയാക്കുക. അതവരുടെ അസൂയ. അതിരിക്കട്ടെ, നാളെ 100ലേക്കോ 101ലേക്കോ തീരുമാനമായോ? മഹേഷിന് എന്ത് തോന്നുന്നു? ഞാൻ 100ലേക്ക് പോട്ടെ? ഇതുപോലെ ഭാര്യ വീട്ടിൽ മഹേഷ് വന്നിരിക്കുന്ന കാണാമല്ലോ. എന്താ വന്നാൽ ഞാൻ വരും, എൻ്റെ കൂടെയല്ലേ. പിന്നെ വന്നാലെന്താ കുഴപ്പം എന്നൊക്കെ മഹേഷ് ചോദിക്കാം. തൻ്റെ തീരുമാനം എനിക്ക് മനസ്സിലായി. ഇഷിതയും കുഞ്ഞും വരാൻ പോകുന്നത് 101ലേക്ക് തന്നെയാണ്. അതെങ്ങനെ ഉറപ്പിച്ചു? അത് തൻ്റെ അമ്മയുടെ മുഖഭാവത്തിൽ നിന്ന്. പ്രിയാമണിയമ്മയുടെ മുഖവേ ഒരു കൊട്ട പോലെയുണ്ട്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഞാനെന്ത് തെറ്റിയെടുത്താ? ആ, അമ്മയോട് ഞാനത് പറഞ്ഞു. 101ലേക്കാണ് പോണേന്ന് കേട്ടതും അമ്മയുടെ വിധം മാറി. ഞാനത് കാര്യമാക്കാൻ പോയില്ല. ഒന്നിന് നീ എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞ് ഒറ്റ പോക്കായിരുന്നു. സത്യത്തിൽ അമ്മയെ അവഗണിച്ചതിന് തുല്യമാണെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ആ, അതുകൊണ്ടൊക്കെ തന്നെയാണ് തീരുമാനത്തിന് ഞാൻ തനിക്ക് വിട്ടു തന്നത്. തനിക്ക് വേണേ പോകാം. ആ, മഹേഷിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടാതെ വരും. അതുകൊണ്ടാണ് 1-2 തവണയിൽ കൂടുതൽ അങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ചിപ്പിമോളുടെ കാര്യം. അവൾക്ക് ഓടാനേ നേരം കാണും. ഇതാവുമ്പോൾ അമ്മയ്ക്ക് 101ലേക്ക് വരുന്ന ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. ആവശ്യത്തിന് അമ്മ വരും. എനിക്ക് മഹേഷിനെയും മക്കളെയും പിരിഞ്ഞിരിക്കാൻ കഴിയാഞ്ഞിട്ടാ. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് മഹേഷ് പൊക്കോ, ഞാൻ നാളെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങ് വന്നേക്കാം. അതൊക്കെ പോകാൻ കുറച്ച് നേരം അവിടെ കഴിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതയ്ക്ക് ഓറഞ്ചൊക്കെ പൊളിച്ച് കൊടുക്കുകയാണ്. എന്തായാലും ചിപ്പിമോളും ആദ്യം ഭയങ്കര സന്തോഷത്തിലാണ്. കുഞ്ഞാവ നാളെ വരുന്ന ദിവസമാണ്. സത്യമാണോ? അവർ നാളെ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു, അങ്ങനെയാ അച്ചച്ചൻ പറഞ്ഞത്. ഡാഡി ഇന്ന് വീട്ടിലേക്ക് വരും, അപ്പം നമുക്ക് കാര്യം അറിയാലോ. ആ, ഡാഡി വന്നു. ബെല്ലടിക്കണ കേട്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം രണ്ടുപേർക്കും. പക്ഷേ ഡാഡിയല്ല വന്നത്, മാഷപ്പൂപ്പനാണ് വന്നത് തൊട്ടിയൊക്കെ കൊണ്ട്. ഹായ്, കുഞ്ഞാവയ്ക്ക് തൊട്ടി കൊണ്ടുവന്നോ? ഇത് മാഷപ്പൂപ്പൻ വാങ്ങിച്ചതാണോ? അതേ മോളെ, ചിപ്പി മോളുടെ കുഞ്ഞാവയ്ക്ക് കിടക്കാൻ ഇത് പോരെ? നല്ല തൊട്ടിൽ. ചിപ്പി മോൾക്ക് കുഞ്ഞാവയെ ഈ തൊട്ടിൽ കിടത്തി താരാട്ട് പാട്ടി ഉറക്കാം. കുഞ്ഞാവ നാളെ വരുമോ മാഷപ്പൂപ്പ? ആ, അതുകൊണ്ടല്ലേ തൊട്ടിലും കൊണ്ട് മാഷപ്പൂപ്പൻ വന്നത്. കുഞ്ഞാവയ്ക്ക് മാഷപ്പൂപ്പൻ തൊട്ടിൽ മേടിച്ചു. കുഞ്ഞാവ് വരുമ്പോൾ എനിക്കൊരു സമ്മാനം കൊടുക്കണം. കുഞ്ഞാവയ്ക്ക് ചിപ്പിമോളുടെ സ്നേഹം പോലെ പിന്നെന്തിനാ സമ്മാനം? അല്ല, നീ സമ്മാനം കൊടുക്കുന്നത് കുഞ്ഞാവ എങ്ങനെ അറിയാനാ? അതെൻ്റെ സന്തോഷത്തിനല്ലേ ഞാൻ സമ്മാനം കൊടുക്കുന്നത്. അതെ,
സമ്മാനം കൊടുക്കുന്നത് സ്വന്തമായിട്ട് ഉള്ള ക്യാഷ് ഇട്ടിട്ട് വേണം. നിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടോ? പിന്നില്ലേ, എനിക്ക് കുടുക്കയുണ്ടല്ലോ, കുടുക്ക പൊട്ടിച്ചാൽ കുഞ്ഞാവയ്ക്ക് സമ്മാനം മേടിക്കാനുള്ള പൈസ കിട്ടും. അപ്പോഴേക്കും അച്ചച്ചൻ പറഞ്ഞു, മോള് കുടുക്ക പൊട്ടിക്കാനൊന്നും വേണ്ട, പോകണ്ട, അച്ചച്ചൻ വാങ്ങിച്ചു തരാം. പക്ഷെ കൊച്ചു സമ്മതിച്ചില്ല. എൻ്റെ പൈസ കൊണ്ട് എനിക്ക് സമ്മാനം മേടിക്കണം. ആദ്യമായിട്ടാ നമുക്ക് പണക്കൊടുക്ക പൊട്ടിച്ച് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങ് പോയിട്ടോ. കണ്ടില്ലേ മാഷെ, അവരുടെ സ്നേഹം, അവരുടെ സന്തോഷം. കുഞ്ഞുവാവ എന്ന ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അവരൊത്തൊരുമയോടെ ജീവിക്കട്ടെ. അതങ്ങനെയുള്ളൂ. രണ്ടെന്ന ചിന്ത അവർക്കുണ്ടാവില്ല. അപ്പോഴേക്കും പ്രഭുമാഷ് പറഞ്ഞു, ഇഷിതയെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലായിരുന്നു പ്രിയാമണി. അപ്പോഴല്ല ഇഷിത തീരുമാനം പറഞ്ഞത്. അത് കേട്ടതോടുകൂടെ പ്രിയാമണിയുടെ വിധം മാറി. പ്രിയാമണിക്ക് അതിൽ വിഷമമുണ്ടെന്ന് എനിക്കറിയാം. അത് ഇഷിതയുടെ മാത്രം തീരുമാനമാണ്. മഹേഷോ ഞങ്ങളോ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല. മഹേഷിനെയും കുട്ടികളെയും പിരിഞ്ഞു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാകും. അതെങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നത്? തൊട്ടടുത്ത ഫ്ലാറ്റല്ലേ, അടുത്ത റൂമിലേക്ക് പോകുന്ന ദൂരമല്ലേ ഉള്ളൂ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, പ്രിയമണി പറയുന്നതാ. അതെനിക്ക് മനസ്സിലായി. അവളും 2 പെൺകുട്ടികളുടെ അമ്മയല്ലേ. ഒരു സമയത്ത് ഇഷുവിന് എൻ്റെ സങ്കടം മനസ്സിലാകും എന്നൊക്കെയാണ് പ്രിയാമണി പറയുന്നത്. അത് ശരിയാ. അമ്മ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള കുറച്ച് അവകാശമൊക്കെ ഇല്ലേ. എന്തായാലും അവരുടെ സന്തോഷം പോലെ നടക്കട്ടെ എന്ന് ഞാനങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് മാഷ് അങ്ങ് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് വന്നേ. നീ വന്നോ? ഇഷിത എന്നെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ. ഹോസ്പിറ്റലിൽ അമ്മ മതിയല്ലോ. പ്രിയാമണി അമ്മ വൈകുന്നേരം ഇങ്ങ് പോന്നിട്ടുണ്ട്. അല്ല, ഈ തൊട്ടിലിപ്പോൾ കൊണ്ടുവന്നു? മാഷ് വന്ന് തൊട്ടിലുമായിട്ട്. ഇഷിതയും കുഞ്ഞും അങ്ങോട്ട് ചെല്ലുമെന്ന് പ്രതീക്ഷ നഷ്ടമായപ്പോൾ മാഷ് കൊണ്ടുവന്നതാ. പ്രിയാമണി കൊടുത്തു വിട്ടതാകും. പ്രിയാമണിക്ക് ദേഷ്യമുണ്ട്. പോകാൻ നേരം ഇഷിതയെ വന്ന് കണ്ടു എന്നല്ലാതെ ഒരക്ഷരം വേണ്ടിയില്ല. പിന്നെ എനിക്കിതിലൊരു പങ്കുമില്ലാട്ടോ അച്ഛാ. അതെനിക്ക് മനസ്സിലായി. അല്ല, കുട്ടികളെവിടെ? കുഞ്ഞുവാവ് വരുമ്പോൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി പണക്കുടുക്ക് പൊട്ടിച്ച് എണ്ണാൻ വേണ്ടി പോയിരിക്കുക രണ്ടും കൂടെ. അവർക്ക് മാത്രമാണോ? എല്ലാവർക്കും ഉത്സവം തന്നെയല്ലേ. എന്തായാലും നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ചെല്ല്. അങ്ങനെ മഹേഷ് ഫ്രഷ് ആകാനായിട്ട് പോവാണ്. മഹേഷ് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും രാമനാഥൻ വന്നു. മോനെ, അച്ഛൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സന്തോഷവും സമാധാനവും അനുഭവിച്ച മറ്റൊരു ദിവസവും ഇല്ല. കുട്ടികൾ അവരുടെ സ്നേഹം കൂടപ്പുറപ്പിന് സമ്മാനം മേടിക്കാൻ കൊടുക്ക പൊട്ടിക്കുകയാണ്. ഈ വീട്ടിലെ പുതിയൊരു അതിഥിയുടെ വരവിന് വേണ്ടി നിമിഷങ്ങൾ എണ്ണി അവർ കാത്തിരിക്കുക. ഇങ്ങനൊരു മാറ്റം നമ്മുടെ വീട്ടിലുണ്ടാവുമെന്ന് ഞാൻ കരുതിയതല്ല. സത്യം പറഞ്ഞാൽ നമുക്കിടയിലേക്ക് പ്രകാശം കൊണ്ടുവന്നത് ഇഷിതയാണ്. അതുതന്നെയാണ് എല്ലാത്തിനും കാരണം. അവൾ തന്നെയാണ്. ശരിയാ. ഒരിക്കൽ തകർന്നു പോയ നിൻ്റെ ജീവിതം ഇന്ന് എത്ര ഉയരത്തിലാണെന്നറിയോ? നിൻ്റെ മനസ്സിൻ്റെ നന്മ തന്നെയാണ് നിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം. നിന്നെ വിശ്വസിച്ച് നിൻ്റെ കൂടെ നിഴലായി നിൽക്കാൻ നിനക്കൊരു പെണ്ണിനെ കിട്ടി. അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, അവൾ എൻ്റെ നിഴലല്ല, അവൾ എൻ്റെ തണലാണ്. എനിക്ക് കൈവിട്ടു പോയ പലതും തിരിച്ചു പിടിച്ചു തന്നതും ഇഷിത തന്നെയാണ്. കേരള ചാപ്റ്ററിൻ്റെ കാര്യം അച്ഛൻ അറിയാലോ. മഹേഷിൻ്റെ ഇന്നത്തെ അടിത്തറ തന്നെ അതാണ്. ഈ ഒരു ജന്മം കൊണ്ട് പോലും ആ കടപ്പാട് തീരില്ല. അപ്പോഴേക്കും രാമനാഥൻ പറഞ്ഞു, അച്ഛന് അഭിമാനിക്കാം, ഞാൻ ഭാഗ്യമുള്ള അച്ഛൻ തന്നെയാണ്. എൻ്റെ മോനും ഭാഗ്യമുള്ള അച്ഛൻ തന്നെയാണ്. അതെ അച്ഛാ, വീണു പോകാതെ എന്നെ ഇവിടെ വരെ എത്തിച്ചതും അച്ഛൻ തന്നെയാണ്. എൻ്റെ ഓരോ പരീക്ഷണഘട്ടത്തിലും അച്ഛൻ കൈത്താങ്ങായി നിന്നു. എൻ്റെ മനസ്സറിയാൻ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷിത എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാക്കി. പക്ഷേ ഇഷിത എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണക്കാരൻ അച്ഛനായിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ വഴി എന്നെ ഇവിടെ എത്തിച്ചത്. ഉപദേശിക്കാതെയും ശാസിക്കാതെയും എന്നെ വഴിതെളിച്ച് നടത്തിയത് എൻ്റെ അച്ഛനാണ്. എൻ്റെ പുണ്യം തന്നെയാണ് എൻ്റെ അച്ഛൻ. ഇഷിത എൻ്റെ മനസ്സിൻ്റെ ഭാഗമാണെങ്കിൽ അച്ഛൻ എൻ്റെ ശരീരം തന്നെയാണ് എന്ന് പറഞ്ഞ് മഹേഷ് അച്ഛനെ ചേർത്ത് പിടിക്കുകയാണ്. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ അച്ഛൻ്റെ മകനായാൽ മതി. രാമനാഥൻ മഹേഷിനെ ചേർത്ത് പിടിച്ചു. അച്ഛൻ്റെ പ്രാർത്ഥനയോ അതുതന്നെയാ മോനെ എന്ന് പറഞ്ഞു. എന്തായാലും പിറ്റേ ദിവസം രാവിലെയായി. ആദ്യം ഇഷിതയും ആദ്യം ചിപ്പിമോളും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കുഞ്ഞാവ് വരുന്നതും കാത്ത്. അവരവിടെ നിന്ന് പോന്നു എന്നാണല്ലോ പറഞ്ഞേ. പിന്നെ എന്താ ആദ്യമായിട്ടാണ് വരാത്തേ? ആദ്യമായിട്ടാണ് ഡാഡി ഒന്ന് വിളിച്ചേ. എടി നീ ഒന്ന് അടങ്ങിയിരിക്കും ചിപ്പി, അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ, നീ ധൃതി കാണിക്കല്ലേ, ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ, പിന്നെ എന്താ? അങ്ങനെ കോളിംഗ് ബെല്ല് കേട്ടപ്പോഴേക്കും ചിപ്പിമോട് ഭയങ്കരമായിട്ട് തുള്ളിക്കളിച്ച് കുഞ്ഞാവ വന്നേ എന്നും പറഞ്ഞ് അങ്ങനെ കുഞ്ഞാവയും കൊണ്ട് ഇഷിതയും മഹേഷും സ്വപ്നവല്ലിയും രാമനാഥനോട് കയറി വരിക. അച്ഛമ്മേ, എനിക്ക് കുഞ്ഞാവിനെ ഒന്ന് കാണിച്ചതാ. അതെ, മോക്ക് കുഞ്ഞാവയെ കാണാം. അച്ഛമ്മ തൊട്ടിൽ കൊണ്ട് കിടത്തട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. കുഞ്ഞാവ് ഉറങ്ങുവാണോ? കാറിലിരുന്ന് സുഖം പറ്റി കുഞ്ഞാവ് ഉറങ്ങിന്നേ. മോളെ ഉണർത്താതെ തൊട്ടി കൊണ്ട് കിടത്ത് സ്വപ്നം എന്ന് പറഞ്ഞ് രാമനാഥൻ ബാഗൊക്കെ മേടിച്ചുകൊണ്ട് പോവാണ്. ചിപ്പി മോളെ, മോക്ക് സന്തോഷമായല്ലോ.
മോൾക്ക് കളിക്കാൻ കുഞ്ഞാവയില്ല എന്നല്ലേ പരാതി. മോൾ ആവശ്യപ്പെട്ടതുപോലെ കുഞ്ഞാവനെ തന്നല്ലോ. അപ്പോഴേക്കും ആദ്യം ഒന്നും മിണ്ടാതെ നിൽക്കുക. മോനെന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന് മഹേഷ് ചോദിച്ചു. അതേ ചിപ്പിയുടെ ബഹളം കഴിയട്ടെ എന്ന് ഓർത്ത് നിന്നതാ. അവൾ നേരെ വെളുത്തപ്പോൾ തുടങ്ങിയ ബഹള. രാവിലെ പണക്കൊടുക്ക പൊട്ടിച്ച് കിട്ടിയ പൈസയായിട്ട് കുഞ്ഞാവയ്ക്ക് സമ്മാനം മേടിക്കാനായിട്ട് എന്നെക്കൊണ്ട് ഞാൻ പോകേണ്ടി വന്നു. അത് റൂമിൽ കൊണ്ട് വെച്ചിരിക്കുക. എന്തായാലും ചിപ്പി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.